ഇനി അടുത്തത് ഇതെടുക്കാം, നാഷണൽ അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക്. ഗവൺമെന്റ് ഐഡിയ എന്ന് പറയുന്നത് നോക്കെ എന്നും എല്ലും ഫ്രണ്ടിൽ ഇട്ടിട്ടുള്ളൂ. ഗവൺമെന്റിന് കീഴിലുള്ള ARCനെ വിളിക്കുന്ന പേരാണ് NARCL. അല്ലെങ്കിൽ ഗവൺമെന്റിന് മെജോറിറ്റി ഷെയർ ഉള്ള അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനിയെ വിളിക്കുന്ന പേരാണ് NARCL. എളുപ്പല്ലേ? ഇനി ഫർദർ സ്ലൈഡിൽ കുറെ കാര്യങ്ങൾ ഞാൻ കറന്റ് അഫെയറിൽ നിന്നുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബ്രേക്ക് എടുക്കാം നമുക്ക്. പറയുന്നതൊക്കെ മനസ്സിലാവുന്നില്ലേ? ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നമുക്ക് ചോദിച്ചു കാണാറുണ്ട്. ചോദിക്കുമോനെ? ചോദിച്ചോട്ടെ സർ. ചോദിച്ചോളൂ. നിങ്ങൾ ബ്രേക്ക് എടുത്തോളൂ കേട്ടാ. ബ്രേക്ക് എടുത്തോളൂ. ചോദിക്കുമോളെ. സാർ, ഈ COCയിൽ ഇപ്പം ഒറ്റ ബാങ്ക് ആണെങ്കിലും COC ഉണ്ടാവും, അതായത് ഒറ്റ ക്രെഡിറ്റർ ആണെങ്കിലും, അതോ ഒന്നിൽ കൂടുതൽ? ഒറ്റ ബാങ്ക് ആണെങ്കിൽ COC എന്ന് പറയില്ല, സിംപ്ലി ക്രെഡിറ്റർ എന്നേ പറയുള്ളൂ. അപ്പോഴും ഡിസിഷൻ എടുക്കാൻ ഒറ്റ ബാങ്ക് ആയിരിക്കും, അത്രേ ഉള്ളൂ. ഒറ്റ ബാങ്ക് ആണെങ്കിൽ എന്താ മോളെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്? അവർക്ക് പെട്ടെന്ന് ഡിസിഷൻ എടുക്കാമല്ലോ. അപ്പൊ ഈ ഒറ്റ ബാങ്കിന്റെ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് കഴിഞ്ഞ ദിവസം ഞാൻ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നേ? ബിഗ് ബാങ്ക് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമ്മൾ പറഞ്ഞിട്ടില്ലേ, മെർജർ ഓഫ് ബാങ്ക്. ആ മെർജർ ഓഫ് ബാങ്ക് നമ്മൾ പ്രപ്പോസ് ചെയ്യാനുള്ള കാരണം ഈ COC പോലെയുള്ള പ്രശ്നം ഇല്ലാതിരിക്കാനാണ്. കുറെ ചെറിയ ചെറിയ ബാങ്കുകൾ ക്രെഡിറ്റ് കൊടുക്കുന്നതിന് പകരം ആ ക്രെഡിറ്റ് ഒരു സിംഗിൾ ബാങ്കിന് കൊടുക്കാനുള്ള ഫൈനാൻഷ്യൽ കപ്പാസിറ്റി ഉണ്ടാവാനാണ് നമ്മൾ എന്ത് ആശയം മുന്നോട്ട് കൊണ്ടുവന്നത്? ബിഗ് ബാങ്ക് എന്ന് പറയുന്ന ആശയം മുന്നോട്ട് കൊണ്ടുവന്നത്. ഓക്കെ അല്ലേ? ഓക്കെ സർ. പിന്നെ ഉള്ളത് ഈ ARC ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണോ അതൊരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ രജിസ്റ്റേർഡ് അണ്ടർ RBI ആണോ? പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെ. ARC എന്ന് പറയുന്നത് സർഫേസി ആക്ട് മുഖേന ഫോം ചെയ്തിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ഇറ്റ്സ് എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി. പാർലമെന്റ് പാസ്സാക്കിയ സർഫേസി ആക്ട് 2002 പ്രകാരം RBI രജിസ്റ്റർ ചെയ്യുന്നു എന്നാണ്. അതിന് വർക്ക് ചെയ്യാനുള്ള എന്ത് വേണം? കാശുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ലേ ഡീൽ ചെയ്യുന്നത്. അപ്പൊ അതിന് വർക്ക് ചെയ്യണമെങ്കിൽ ലൈസൻസ് വേണം. ആ ലൈസൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് RBI ആയിരിക്കും. IPക്ക് ലൈസൻസ് കൊടുക്കുന്നതും RBI ആയിരിക്കും. അടുത്ത ചോദ്യം. പിന്നെ ഉള്ളത് ഈ പ്രോഫിറ്റബിലിറ്റി ഡെറ്റ് ലെവൽ എന്നൊക്കെ പറഞ്ഞില്ലേ, അതെനിക്ക് അത്ര ക്ലിയർ ആയില്ല. പ്രോഫിറ്റബിലിറ്റി എന്ന് പറയുന്നത് ബാങ്കിന് ഈ ലെൻഡിങ്ങും ആക്ടിവിറ്റിയും നടത്തുമ്പോൾ അതിന് ലാഭം ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഇന്ത്യൻ റെയിൽവേ പ്രോഫിറ്റബിലിറ്റി ഉള്ള ഒരു സ്ഥാപനമാണോ? വർഷാവർഷം അത് നടത്തും തോറും അതിന് ഡെറ്റ് ആണുള്ളത്, ലാഭം ഇല്ലല്ലോ. ഒരു ബാങ്ക് അതുപോലെ നഷ്ടത്തിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ലല്ലോ. ബാങ്ക് എന്ന് പറയുന്നത് ഒരു വർഷം 100 കോടി ലോൺ കൊടുത്തു, അവർക്ക് കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് 90 കോടി ആണെങ്കിൽ ഓവർ ദി പീരീഡ് 10 crore ലോസ് ആണ് അക്യുമുലേറ്റ് ചെയ്യുക. ഇപ്പൊ ലോസിലല്ലല്ലോ വർക്ക് ചെയ്യണ്ടേ, പ്രോഫിറ്റിലല്ല ബാങ്ക് വർക്ക് ചെയ്യണ്ടേ. ബാങ്ക് പ്രോഫിറ്റിൽ വർക്ക് ചെയ്താലല്ലേ ഡെപ്പോസിറ്റുകാർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. പ്രോഫിറ്റബിലിറ്റി എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ ഡെറ്റ് എന്നൊക്കെ പറയുന്നത് നമ്മൾ സാധാരണ ഉദ്ദേശിക്കുന്ന മീനിങ് തന്നെ, വേറെ അഡീഷണൽ മീനിങ് ഒന്നും ഇല്ല കേട്ടോ അതിന്. പിന്നെ ഈ ഒരു പാരാമീറ്റേഴ്സ് ഇല്ലേ, അതായത് RBI ഒരു ഫിനാൻഷ്യൽ ഹെൽത്ത് ബാങ്കിന് കുറയുന്നുണ്ടോ എന്ന് അറിയാനുള്ള ആ പാരാമീറ്റേഴ്സ് RBIക്ക് മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. അത് ഈ പബ്ലിക്കിന്റെ ഇടയിൽ ഇങ്ങനത്തെ ഇൻഫർമേഷൻ RBI ബുള്ളറ്റിനിൽ പബ്ലിഷ് ചെയ്യും. ഏതെങ്കിലും ബാങ്ക്സിന് ഇത്തരത്തില് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് RBI ബുള്ളറ്റിന് അത് പബ്ലിഷ് ചെയ്യും. അപ്പൊ നമുക്കത് ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൽ കാണാൻ പറ്റും. ഞാൻ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞില്ലേ, യെസ് ബാങ്കിന്റെ എക്സാമ്പിള്. യെസ് ബാങ്ക് PCA ഫ്രെയിംവർക്കിന്റെ കീഴിൽ വന്നു. ഞാനത് എങ്ങനെയാ അറിഞ്ഞേ? ന്യൂസ് പേപ്പറിൽ അത് പബ്ലിഷ് ചെയ്തു. ന്യൂസ് പേപ്പറുകാർക്ക് ആ ഡേറ്റ എങ്ങനെ കിട്ടിയ? RBI ബുള്ളറ്റിനുകൾ ഉണ്ടായിരുന്നു. ഓക്കെ അല്ലേ? പിന്നെ ഉള്ളൊരു ഡൗട്ട്, ഇപ്പൊ യെസ് ബാങ്കിന്റെ കാര്യം പറഞ്ഞപ്പോ ലോൺ മാക്സിമം ഡിക്രീസ് ചെയ്ത് ഡെപ്പോസിറ്റ് ഇൻക്രീസ് ചെയ്യുക എന്ന് RBI പറയുന്നു എന്ന് പറഞ്ഞല്ലോ. പക്ഷെ ബാങ്കിന്റെ പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ അസറ്റ് കുറയുകയും ലയബിലിറ്റി കൂടുന്ന പോലെയും ഒരു സിറ്റുവേഷനും കൂടിയല്ലേ? അതെങ്ങനെ ഈ പോസിറ്റീവ് ആവാനുള്ള കാരണം ബാങ്കിന്റെ മൊത്തത്തിലുള്ള ക്യാപിറ്റൽ ഇംപ്രൂവ് ചെയ്യാന്നാണ് അതിന്റെ ഒരു പോയിന്റ്. യൂഷ്വലി RBI പറയാ ഡെപ്പോസിറ്റ് കൂട്ടാനായിരിക്കില്ല. RBI പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനാണ് എളുപ്പത്തിൽ പറയുന്നത്. RBI യൂഷ്വലി അവരോട് റെക്കമെൻഡ് ചെയ്യുക എന്തായിരിക്കും? ബോണ്ട് ഇറക്കാനായിരിക്കും റെക്കമെൻഡ് ചെയ്യുക, ഡെപ്പോസിറ്റ് ഇറക്കാനാവില്ല. ബോണ്ടിന്റെ ഗുണം എന്ന് പറയുന്നത് എന്താ? ഒരു പർട്ടിക്കുലർ ഇയേഴ്സിനേക്കല്ല മോളെ ബോണ്ട്, 10 വർഷം അല്ലെങ്കിൽ 15 വർഷം. അപ്പൊ അവര് 10 വർഷം അല്ലെങ്കിൽ 15 വർഷം കഴിയുമ്പോ ആ പൈസ തിരിച്ചു കൊടുത്താൽ മതി. മറിച്ച് ഡെപ്പോസിറ്റ് എടുക്കാൻ പറഞ്ഞാൽ അവര് നാളെ അത് തിരിച്ചു മേടിക്കില്ലേ ചിലപ്പോ. യൂഷ്വലി RBI റെക്കമെൻഡ് ചെയ്യുക അവരോട് ഡെപ്പോസിറ്റ് എടുക്കാനായിരിക്കില്ല, ബോണ്ട് ഇറക്കാനായിരിക്കും. ഓക്കെ അല്ലേ? ഓക്കെ താങ്ക് യു. വാട്ട് ഈസ്
ഇൻഡെക്സേഷൻ എന്ന് പറഞ്ഞാൽ ഇൻഫ്ലേഷനുമായി ഏതെങ്കിലും ഒരു ബോണ്ടിനെ ലിങ്ക് ചെയ്യുന്ന പ്രിൻസിപ്പളോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റോ ഇൻഫ്ലേഷനുമായി ക്ലബ് ചെയ്തിട്ട് ഇൻഫ്ലേഷൻ അനുസരിച്ച് ഇൻട്രസ്റ്റ് റേറ്റ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ മാറ്റുന്നതിനെയാണ് ഇൻഡെക്സേഷൻ. ക്യാപിറ്റൽ ഇൻഡെക്സ്ഡ് ബോണ്ട് എന്നൊക്കെ പറഞ്ഞ ആശയം, അതാണ് ഇൻഡെക്സേഷൻ. നമുക്കൊന്ന് കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ നമ്മൾ നേരത്തെ ARC എന്ന് പറയുന്ന ഒരു ആശയം പറഞ്ഞിരുന്നു അല്ലെ, അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനി. ഈ അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനി നമ്മുടെ സർഫേസി ആക്ട് പ്രകാരം വന്നിരുന്ന സമയത്ത് മിക്കവാറും പല പ്രൈവറ്റ് ARCs ആണ് ഫോം ചെയ്തിരുന്നത്. പ്രൈവറ്റ് ARCs ഫോം ചെയ്ത ഒരു പ്രധാന പ്രശ്നം ദേ ഡോണ്ട് ഹാവ് ഇനഫ് ക്യാപിറ്റൽ. ഈ ബാഡ് ലോൺസ് അല്ലെങ്കിൽ NPA എന്ന് പറയുന്നത് പലതും ഹൺഡ്രഡ്സ് ഓഫ് ക്രോർ അല്ലെങ്കിൽ തൗസൻഡ്സ് ഓഫ് ക്രോർ അത്രയും ഹയർ എമൗണ്ട് ഉള്ള പല ബാഡ് ലോൺസ് അല്ലെങ്കിൽ NPAs ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇനീഷ്യൽ സ്റ്റേജിലുള്ള ARCക്ക് സാധിച്ച കാര്യം ചെറിയ ചെറിയ NPAs മേ ബി സം ലാക്സ് അല്ലെങ്കിൽ സം ക്രോർസ് ചെറിയ NPAs അല്ലെങ്കിൽ ബാഡ് ലോൺസ് മാത്രം പർച്ചേസ് ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ് ഉണ്ടായിരുന്നുള്ളൂ. ഈ ഒരു പ്രശ്നം അഡ്രസ് ചെയ്യുന്നതിന് വേണ്ടി ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു പോളിസി അല്ലെങ്കിൽ ആശയമാണ് NARCL, നാഷണൽ അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനി ലിമിറ്റഡ്. എന്തെല്ലാമാണ് NARCLന്റെ ഫീച്ചേഴ്സ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, majority of the shares are handled or owned by public sector bank. ഗവൺമെന്റ് ബാങ്കുകളാണ് അതിന്റെ മെജോറിറ്റി ഷെയർ ഹോൾഡ് ചെയ്യുന്നത്. മെജോറിറ്റി ഷെയർ എന്ന് ഹോൾഡ് ചെയ്യുമ്പോൾ എന്നറിയാം SBI എന്നൊക്കെ പറയുന്നത് ഒരുപാട് ക്യാപിറ്റൽ ഉള്ള അല്ലെങ്കിൽ ബേസ് ഉള്ള ഗവൺമെന്റ് ബാങ്കുകളാണ് അല്ലെ. അപ്പൊ ഇത്തരത്തിൽ വലിയ ബാങ്കുകളുടെ സപ്പോർട്ട് വരാന്ന് പറഞ്ഞാൽ അതിന്റെ ആശയം എന്താണ്? ഈ NARCLന്റെ കയ്യിൽ ഒരുപാട് ക്യാപിറ്റൽ ഉണ്ടാവും. ഒരുപാട് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? കുറെ ബാഡ് ലോൺസ് വാങ്ങാം, അല്ലെങ്കിൽ വലിയ എമൗണ്ടിലുള്ള ബാഡ് ലോൺസ് വാങ്ങാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ ഒരു ഫോർ എക്സാമ്പിൾ ഒരു പ്രൈവറ്റ് ARCക്ക് 2 NPA ആണ് വാങ്ങാനുള്ള കപ്പാസിറ്റി എങ്കിൽ NARCL ആണെങ്കിൽ 100 200 NPA പർച്ചേസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും. കൂടുതൽ NPA പർച്ചേസ് ചെയ്താലുള്ള അഡ്വാൻറ്റേജ് എന്താ? കൂടുതൽ ബാങ്കുകളുടെ ഫൈനാൻഷ്യൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും, കൂടുതൽ ബാങ്കുകളുടെ ബാലൻസ് ഷീറ്റ് ക്ലിയർ ചെയ്യാൻ പറ്റും. സോ ഇറ്റ് വിൽ ആക്ച്വലി ഇംപ്രൂവിങ് ദി എക്കണോമി. കറക്റ്റ് ആണോ? ഈ ഒരു കേസ് അഡ്രസ് ചെയ്യാനാണ് ഗവൺമെന്റ് അല്ലെങ്കിൽ പബ്ലിക് സെക്ടർ ബാങ്കിന്റെ മെജോറിറ്റി ഷെയർ ഹോൾഡിംഗ് ഉള്ള NARCL ഫോം ചെയ്യുന്നത്. ഇപ്പൊ ഈ NARCLന്റെ ആക്ടിവിറ്റീസ് ഹാൻഡിൽ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷനെ വിളിക്കുന്ന പേരാണ് IDRC. എന്താണോ ഇതിലുള്ള ഇത്ര അറിഞ്ഞാൽ മതി കേട്ടോ, കൂടുതലൊന്നും ആവശ്യമില്ല. നമ്മൾ വല്ല മെയിൻസ് ആൻസറിലോ വല്ല സൊല്യൂഷൻ പാർട്ടിലൊക്കെ എഴുതാനാണ് നമ്മൾ ഇതൊക്കെ ഉപയോഗിക്കുള്ളൂ കേട്ടോ. NARCLന്റെ ഓപ്പറേഷണൽ എൻറ്റിറ്റി ആണ് ഇന്ത്യൻ ഡെറ്റ് റെസൊല്യൂഷൻ കമ്പനി എന്ന് പറയുന്നത്. ഇനീഷ്യലി ക്യാബിനറ്റ് ക്ലിയർഡ് 30,600 crore ഗ്യാരണ്ടി പ്രോഗ്രാം. ഇവിടെ ഒരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്, എന്താണ്? ഗ്യാരണ്ടി. എന്താണ് ഈ ഗ്യാരണ്ടിയുടെ ആശയം? ഞാൻ പറയാം കേട്ടോ. നേരത്തെ നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു? ബാങ്ക് ആണെങ്കിൽ അതിനൊരു ബാഡ് ലോൺ അല്ലെങ്കിൽ NPA ഉണ്ടാവും, ഒരു ARC ഉണ്ടാവും. ഇവിടുത്തെ കേസിലാണെങ്കിൽ NARCL ഉണ്ടാവും അല്ലെ. ഇപ്പൊ ഇവിടെ നടക്കുന്ന പ്രോസസ് എന്ന് പറയുന്നത് എന്താ? ബാങ്ക് ഈ NPA ആർക്ക് പ്രൊവൈഡ് ചെയ്യും? NPA വിൽ ബി അല്ലെങ്കിൽ ബാഡ് ലോൺ ഈസ് പ്രൊവൈഡഡ് ടു NARCL. NARCL ആർ എക്സ്പെക്ടഡ് ടു ഗീവ് ദം ലിക്വിഡേറ്റഡ് മണി അല്ലെ. ഓക്കെ ആണല്ലോ. ഞാൻ പറഞ്ഞിരുന്നു NARCL അല്ലെങ്കിൽ ARC ഒരിക്കലും ഫുൾ പൈസ കൊടുക്കില്ല, 100% കൊടുക്കില്ല. ഫോർ എക്സാമ്പിൾ ഈ NPA എന്ന് പറയുന്നത് 100 rupees ആണെന്ന് വിചാരിക്കുക. NARCL ചിലപ്പോൾ ഇനീഷ്യലി കൊടുക്കുക എത്രയായിരിക്കും? 60. പക്ഷെ ഈ ബാങ്കിന് ഈ NARCL ട്രസ്റ്റ് ഉണ്ടെങ്കിലല്ലേ ഈ 40 പെൻഡിങ് വെക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോ ഇവിടെ NARCL ആണെങ്കിൽ അവിടെ ആരുടെ ഗ്യാരണ്ടി ഉണ്ട്? ഗവൺമെന്റിന്റെ ഗ്യാരണ്ടി ഉണ്ട്. എന്താണ് ഗവൺമെന്റിന്റെ ഗ്യാരണ്ടി? NARCL ഈ 40 തിരിച്ചു തന്നില്ലെങ്കിൽ ആര് തരും? ഗവൺമെന്റ് തരും. അപ്പൊ എന്തുണ്ടാവും? കൂടുതൽ ബാങ്കുകൾ ഈ NARCLന് ബാഡ് ലോൺസ് അല്ലെങ്കിൽ NPA സെല് ചെയ്യാൻ തുടങ്ങും. കൂടുതൽ ബാങ്കുകളുടെ എന്ത് ക്ലിയർ ആവാൻ തുടങ്ങും? ബാലൻസ് ഷീറ്റ് ക്ലിയർ ആവാൻ തുടങ്ങും. നല്ലൊരു ഐഡിയ അല്ലേ? ഓക്കെ അല്ലേ? ബാക്കിയുള്ള പ്രൈവറ്റ് ARC ആണെങ്കിൽ ഇവിടെയാണ് പ്രശ്നം. പ്രൈവറ്റ് ARC ആണെങ്കിൽ ഈ പ്രൈവറ്റ് കമ്പനികളെ പോലെ തന്നെ ഈ 40 ഭാവിയിൽ തിരിച്ചു വരുന്ന എന്തേലും ഉറപ്പുണ്ടോ? ഇല്ല. NARCL ആണെങ്കിൽ അവിടെ എന്താണ് ഗ്യാരണ്ടി? ഗവൺമെന്റിന്റെ ഗ്യാരണ്ടി ഉണ്ട്. NARCL ആ പൈസ തന്നില്ലെങ്കിൽ ഗവൺമെന്റ് തരും. സച്ച് ഗ്യാരണ്ടി ഇതാണ് ഭാവിയിൽ ഒരു ഇഷ്യൂ ആയിട്ടുള്ളത് കേട്ടോ. എന്തായിരിക്കും ഇതിന്റെ ഒരു ഇഷ്യൂ ആവാൻ സാധ്യത? ഒന്ന് ചിന്തിക്ക്. ഇത് നമ്മൾ അഡ്വാൻറ്റേജ് ആയിട്ടാണ് ഞാനിപ്പോ ഡിസ്കസ് ചെയ്തത്. ഇതിന്റെ ഇഷ്യൂ എന്തായിരിക്കും? ബാങ്കുകളൊക്കെ ഭയങ്കര കോൺഫിഡന്റ് ആവും. എന്തെന്ന്? അവര് ഹയർ ഇൻട്രസ്റ്റില് ഹയർ റിസ്ക് ഉള്ള ആളുകൾക്കൊക്കെ ലോൺ എടുത്തു കൊടുക്കും. എന്താ ബാങ്ക് ചെയ്യുക? പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ
ഹയർ റിസ്ക് ഉള്ള ആളുകൾക്ക് ഹയർ ഇൻട്രസ്റ്റ് റേറ്റിൽ ലോൺ കൊടുക്കും. എന്താ സംഭവിക്കുക? തിരിച്ചടയ്ക്കാം, തിരിച്ചടയ്ക്കാതിരിക്കാം. തിരിച്ചടച്ചില്ലെങ്കിൽ NPA അല്ലെങ്കിൽ ബാഡ് ലോൺസ് കൂടും. എന്ത് NPA വന്നാലും ഞങ്ങൾക്ക് എന്താ പ്രശ്നം? ഞങ്ങൾ അത് ആർക്ക് വിൽക്കും? NARCL വിൽക്കും. ആക്ച്വലി നമ്മൾ തിയററ്റിക്കലി എന്താണ് എക്സ്പെക്ട് ചെയ്തത്? NARCL വന്നാ NPA അല്ലെങ്കിൽ ബാഡ് ലോൺസ് കുറയുന്നതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്തത്. ഈ ഗവൺമെന്റിന്റെ ഗ്യാരണ്ടി വന്നതോടുകൂടി കുറെ ബാങ്കുകൾ റിസ്ക് ഉള്ള ലെൻഡിങ് ആക്ടിവിറ്റീസിൽ വരാൻ വേണ്ടി തുടങ്ങി. ഇതിന് ഗുണമുണ്ട്, പ്രശ്നമുണ്ട്. ക്ലിയർ അല്ലേ? രണ്ട് സൈഡും. ഇങ്ങനെയാണ് ഒരു മെയിൻസ് ആൻസർ നമ്മൾ അഡ്രസ് ചെയ്യുക. NARCL ഈസ് ദാറ്റ് എഫക്റ്റീവ് എന്ന് ചോദിച്ചാൽ ഈ ഒരു പോയിന്റ് പ്രകാരം അതെന്താണ്? ഗവൺമെന്റ് ഗ്യാരണ്ടി എഫക്റ്റീവ് ആണ്. ബാങ്ക്സിന്റെ എന്തുണ്ടാവും? കൂടുതൽ ബാങ്ക് ARCക്ക് വിൽക്കും. അല്ലെങ്കിൽ ഇവരെന്താ ചെയ്യുക? ARCക്ക് ഒന്നും വിൽക്കില്ല. എന്ത് ചെയ്യും? സ്വന്തമായിട്ട് ലിക്വിഡേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും അല്ലെ? ഇപ്പൊ ARC വന്നതിനെ കൂടുതൽ ARCക്ക് വിൽക്കും. അവരുടെ പ്രോഫിറ്റ് ബുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. അതർ സൈഡ് എന്താ? ഗവൺമെന്റ് ഗ്യാരണ്ടി ഉള്ളത് കൊണ്ട് തന്നെ കൂടുതൽ ബാങ്ക് റിസ്ക് ഉള്ള ആളുകൾക്കും ലോൺ കൊടുക്കാൻ തുടങ്ങും. സോ ഇറ്റ് ഇൻക്രീസ്ഡ് NPA. അണ്ടർസ്റ്റാൻഡ് ബോത്ത് സൈഡ്. ഓക്കെ. So the target which is fixed for NARCL is taking over 2 lakh crores of bad loan. പല ബാങ്കുകളുടെ കീഴിലുള്ള NPAസിൽ 2 ലക്ഷം കോടിയോളം എന്ത് ചെയ്യുക? പർച്ചേസ് ചെയ്യുക, അതിനെ റിക്കവറി എന്നതാണ് NARCLന്റെ ടാർഗറ്റ്. ഈ വാല്യൂസ് ജസ്റ്റ് ഓർത്ത് വെച്ചോളൂടാ. ദി ഗവൺമെന്റ് വിൽ ബി പ്രൊവൈഡിങ് ഗ്യാരണ്ടി ഫോർ 5 years ഓൺ ദി സെക്യൂരിറ്റി റെസിപ്റ്റ് ഇഷ്യൂഡ് ബൈ NARCL. ഈ 40 രൂപ തിരിച്ചടയ്ക്കാനല്ലേ മക്കളെ? ഇപ്പൊ 40 രൂപ ഞങ്ങൾ ഭാവിയിൽ തിരിച്ചടയ്ക്കാമെന്ന് NARCL ഈ ബാങ്കിനൊരു റെസിപ്റ്റ് കൊടുക്കും. ആ റെസിപ്റ്റിനെ വിളിക്കുന്ന പേരാണ് സെക്യൂരിറ്റി റെസിപ്റ്റ്. ഈ സെക്യൂരിറ്റി റെസിപ്റ്റിന്റെ പ്രത്യേകത എന്താ? ഭാവിയിൽ 40 രൂപ ബാങ്കിന് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരത് തിരിച്ച് കളക്ട് ചെയ്യും. ഓക്കെ അല്ലേ? ഈ സെക്യൂരിറ്റി റെസിപ്റ്റിന് ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആയിരിക്കും. സ്പെസിഫിക്കലി ആണെങ്കിൽ മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആയിരിക്കും. ഓക്കെ അല്ലേ? വായിച്ചു നോക്കിക്കോ. ഗുഡും കൺസേണും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. ആദ്യം NARCLനെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷനും കാര്യങ്ങളും എഴുതി, അതിന്റെ പോസിറ്റീവ് എഴുതി, കൺസേൺ എഴുതി, നമ്മളൊരു കൺക്ലൂഷൻ എഴുതും. മെയിൻസ് ആൻസർ. The NPAs or stressed asset will be parked in only one entity. This entity is an expert in resolving such asset. വലിയ ഒരു ARC ക്രിയേറ്റ് ചെയ്തതിന് എന്താ ഉണ്ടാവുക? വലിയ ബാങ്കുകൾ അല്ലെങ്കിൽ COC ഒന്നിലധികം ബാങ്കുകൾ കൊടുക്കുന്ന വലിയ വലിയ ബാഡ് ലോൺസ് ഒക്കെ ആർക്ക് ഡീൽ ചെയ്യാൻ പറ്റും? NARCLന് ഡീൽ ചെയ്യാൻ പറ്റും. സെക്കൻഡ് വൺ, ദി ബാങ്ക്സ് ക്യാൻ നൗ ഫോക്കസ് ഓൺ ദെയർ കോർ ആക്ടിവിറ്റീസ്. ബാങ്കിന് അവരുടെ ഏറ്റവും എക്സ്പെർട്ടൈസ് ഉള്ള മേഖല എന്ന് പറഞ്ഞാൽ എന്താ? ഡെപ്പോസിറ്റ് എടുക്കുക, ലോൺ എടുക്കുക. ലിക്വിഡേഷൻ അത് അറിയാവുന്ന ആളുകൾ ചെയ്തോളും. ശരിയാണോ? ലിക്വിഡേഷൻ ആര് ചെയ്തോളും? NARCL ചെയ്തോളും. തേർഡ് വൺ, the balance sheet of the banks will be cleared. Hence, the banks can now find it easier borrowing from the market. എന്താണ് easier borrowing from the market എന്ന് പറഞ്ഞാൽ? ബാങ്കിന്റെ ബാലൻസ് ഷീറ്റ് ക്ലീൻ ആയി കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? നിങ്ങളെ പോലെയുള്ള കൂടുതൽ ആളുകൾ ഡെപ്പോസിറ്റ് ബാങ്കിലിടും. അതേപോലെ ബാങ്കിന് പിന്നെയും ക്യാപിറ്റൽ വേണമെങ്കിൽ, റിലയബിലിറ്റി ഉള്ള ബാങ്കാണ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ഷീറ്റ് അല്ലെങ്കിൽ അതിന്റെ ബാലൻസ് ഷീറ്റ് ക്ലീൻ ആയിട്ടുള്ള ബാങ്ക് ആണെങ്കിൽ അവര് കടപ്പത്രം ഇറക്കി കഴിഞ്ഞാൽ, ബോണ്ട് ഇറക്കി കഴിഞ്ഞാൽ കൂടുതൽ ആളുകൾ എന്ത് ചെയ്യും? പർച്ചേസ് ചെയ്യും. മറിച്ച് ബാലൻസ് ഷീറ്റിൽ വളരെ ഗുരുതരമായ പ്രശ്നമുള്ള ഒരു ബാങ്ക് ആണെങ്കിൽ അവരൊരു ഡെറ്റ് ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ ബോണ്ട് ഇറക്കി നിങ്ങൾ ആരെങ്കിലും വാങ്ങോ? ഇല്ല. എന്താ കാരണം? ചിലപ്പോൾ അത് തിരിച്ചു കിട്ടാത്തൊരു സിറ്റുവേഷൻ വന്നേക്കാം. അതാണ് ഈ തേർഡ് പോയിന്റ് എന്ന് പറയുന്നത്. ദി ബാലൻസ് ഷീറ്റ് ഓഫ് ദി ബാങ്ക്സ് വിൽ ബി ക്ലിയർഡ്. ഹൻസ് ദി ബാങ്ക്സ് ക്യാൻ നൗ ഫൈൻഡ് ഇറ്റ് ഈസിയർ ടു ബോറോ ഫ്രം ദി മാർക്കറ്റ്. ഓക്കെ അല്ലേ? Fourth one, initially the focus will be on NPAs or asset having size over rupees 500 crore. ഇത്തരത്തില് ലാർജർ എമൗണ്ട് ഉള്ള ബാഡ് ലോൺസിന് ഫോക്കസ്. ഇത്രയും ഹയർ എമൗണ്ട് ആണെങ്കിൽ ഒരു പ്രൈവറ്റ് ARCക്ക് അത് പർച്ചേസ് ചെയ്യാനുള്ള എന്തുണ്ടാവില്ല? കപ്പാസിറ്റി അല്ലെങ്കിൽ ക്യാപിറ്റൽ ഉണ്ടാവില്ല. അവർ ഫുൾ ക്യാപിറ്റൽ വെച്ച് ഒറ്റ ലോൺ മേടിക്കേണ്ടി വരും. മനസ്സിലായോ? മറിച്ച് NARCLന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എത്ര റിക്കവർ ചെയ്യാനാ? 2 ലക്ഷം കോടി. അപ്പൊ അത്രയും ഹയർ എമൗണ്ട് റിക്കവർ ചെയ്യാനാണ് NARCLന്റെ ഒബ്ജക്റ്റീവ്. സോ ദേ ആർ ഫോക്കസിങ് ഓൺ NPAs ഓവർ rupees 500 crore. അതിന് താഴെയുള്ളതൊക്കെ ആണെങ്കിൽ ആര് മാനേജ് ചെയ്തോളും? പ്രൈവറ്റ് ARCs മാനേജ് ചെയ്തോളും. ഒബ്ജക്റ്റീവ്സ് ക്ലിയർ അല്ലേ? ഒരു തവണ വായിക്കാൻ ടൈം തരാട്ടാ. വാട്ട് ആർ ദി കൺസേൺസ്? This is a reform which will address the issues of NPA. ഇതിന്റെയൊക്കെ പ്രശ്നം എന്താ?
NPA വന്നതിന് NPA കുറയ്ക്കാനുള്ള കാര്യമാണ് ഈ NARCL അല്ലെങ്കിൽ ARC ചെയ്യുന്നത്. NPA എങ്ങനെ വരുന്നു അത് കുറയ്ക്കാൻ ഇവിടെ ഒന്നും പറയുന്നില്ലല്ലോ. പോയിന്റ് കിട്ടിയോ? NPA എന്ന് പറയുന്നത് വളരെ ഗുരുതരമായ പ്രശ്നം. എന്താണ്? ലോൺ എടുത്ത ആളുകൾ തിരിച്ചടയ്ക്കാത്തതാണ് NPA എന്ന് പറയുന്നത്. ARC ആകെ എന്താ ചെയ്യുന്നത്? NPA അല്ലെങ്കിൽ ബാഡ് ലോൺ ആയി കഴിഞ്ഞാൽ അത് ലിക്വിഡേറ്റ് ചെയ്യാന്നുള്ളത് മാത്രമാണ് ARC ചെയ്യുന്നത്. യഥാർത്ഥ പ്രശ്നം NPA ലിക്വിഡേറ്റ് ചെയ്യലല്ലോ. ഹൗ NPAs ആർ ക്രിയേറ്റിംഗ്. ആ NPA ഉണ്ടാവുന്നതിന് പല കാരണങ്ങളുണ്ടാവും. യഥാർത്ഥത്തിൽ നമ്മൾ അഡ്രസ് ചെയ്യേണ്ടത് എന്താണ്? ഹൗ വി ക്യാൻ റെഡ്യൂസ് NPA, നോട്ട് ഹൗ വി ക്യാൻ ലിക്വിഡേറ്റ് NPA. മനസ്സിലായോ? NPA ഉണ്ടാവുന്നതാണ് നമ്മൾ തടയേണ്ടത്, അല്ലാതെ NPA ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വിറ്റ് കാശാക്കലല്ല ഫോക്കസ് ചെയ്യേണ്ടത്. സോ മോർ meaningful policy reforms are needed to address the issue of NPA. Clear ആണോ? Next one. Because government is providing guarantee, നമ്മൾ പറഞ്ഞ പോയിന്റ്, it may lead to laxity on part of the bank and thus may create doggy loans. എന്ന് വെച്ചാൽ ഹൈ റിസ്ക് ഉള്ള ആളുകൾക്ക് ലോൺ കൊടുക്കും. It will automatically increase the number of NPAs. Third one, recovery on the loans to be transferred is doubtful. Recovery on loans to be transferred is doubtful എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റിന് ഗ്യാരണ്ടി ഉള്ളത് കൊണ്ടാണ് NARCLന് എന്ത് കൊടുക്കുന്നത്? ഈ പറയുന്ന ബാഡ് ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷെ ഇൻ റിയാലിറ്റി NARCLും അത്ര എഫിഷ്യന്റ് ഒന്നല്ല. എന്തായിരിക്കും കാരണം? ഒരു പ്രൈവറ്റ് എൻറ്റിറ്റി ആണോ ബെറ്റർ മാനേജ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള, അത് ഗവൺമെന്റിനാണോ കപ്പാസിറ്റി ഉള്ള? ഒബ്വിയസ്ലി ഗവൺമെന്റ് കംസ് വിത്ത് എ ലോട്ട് ഓഫ് ഇഷ്യൂസ്, റൈറ്റ്? സോ ഒരു പ്രൈവറ്റ് ARC ഒരു ബാഡ് ലോൺ റിക്കവർ ചെയ്യുന്നതിനേക്കാളും വളരെ കുറച്ചാണ് NARCL എന്ത് ചെയ്യാറുള്ളൂ? റിക്കവർ ചെയ്യാറുള്ളൂ. എന്തായിരിക്കും കാരണം? പ്രൈവറ്റ് ആണെങ്കിൽ ആ കൊളാറ്ററിൽ നിന്ന് എത്രത്തോളം കിട്ടാൻ നോക്കോ അത്രത്തോളം അവര് എന്ത് ചെയ്യാൻ നോക്കും? റിക്കവർ ചെയ്യാൻ നോക്കും. NARCL അല്ലെങ്കിൽ ഗവൺമെന്റ് ഓണർഷിപ്പ് ഉള്ളതാണെങ്കിലോ കുഴപ്പമില്ലാത്തൊരു ഡീല്. അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ അസറ്റ് സ്ഥലം വിൽക്കാന്ന് നോക്ക്. ഒരു പൊളിറ്റീഷ്യൻ എന്ത് പറയണ, എനിക്ക് പരിചയമുള്ള ഒരാൾ വാങ്ങാൻ വരുന്നുണ്ട്, നിങ്ങൾ അവർക്ക് കൊടുക്കുന്ന പറഞ്ഞാൽ കൊടുക്കില്ല. ചിലപ്പോ ഇത്തരത്തിലുള്ള ഒരുപാട് ഇഷ്യൂസ് ഗവൺമെന്റ് സെക്ടറിന് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അതേ ഇഷ്യൂസ് ആർക്കും വരും? NARCLനും വരും. ഒന്ന് വായിച്ചു നോക്കിയേ.